വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ മറ്റ് ഇഷ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. ഫിസ്ക് ലേക്ക് സിറ്റിയിൽ കിങ്പിനെ കൊന്ന അതേ ഷോട്ട് ഗൺ ഉപയോഗിച്ച് ആഷ്ലി തന്റെ അച്ഛനായ ഹോക്കയെ അടിച്ചു കൊല്ലാനായിട്ട് തയ്യാറായതും പെട്ടെന്ന് തന്നെ സ്പൈഡർ മൊബൈൽ സ്റ്റാർട്ടാക്കി ആ റൂമിലേക്ക് സ്പൈഡർ മൊബൈൽ ഇടിച്ചിറക്കിയ ലോഗൻ ആഷ്ലിയുടെ കൺമുന്നിൽ നിന്ന് ഹോക്കയെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ആഷ്ലി ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗിൽ നിന്ന് മറ്റൊരു ബിൽഡിംഗിലേക്ക് സ്പൈഡർ മൊബൈൽ ഇടിച്ചിറക്കി ആ ബിൽഡിംഗിലൂടെ മുന്നോട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന ലോഗൻ തങ്ങളെ തടയാൻ വന്ന ഗാർഡ്സിനെയൊക്കെ വകവെക്കാതെ ആ ബിൽഡിംഗിൽ നിന്ന് സ്പൈഡർ മൊബൈൽ ജമ്പ് ചെയ്യിപ്പിച്ച് നേരെ റോഡിലേക്ക് ഇറക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആഷ്ലി കിങ്പിന്റെ ഗാർഡ്സിനോട് പറയുവാണ്, നീയൊക്കെ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവന്മാരുടെ പിന്നാലെ പോയെന്ന്. ആഷ്ലി അത്രയും ഒന്ന് പറഞ്ഞു തീരേണ്ട താമസം കിങ്പിന്റെ ഗാർഡ്സ് ലോഗനെയും ഹോക്കയെയും പിടിക്കാനായിട്ട് അവരുടെ പിന്നാലെ പോകുന്നു. സ്പൈഡർ മൊബൈലിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ലോഗൻ ചുമ്മാതൊന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് ലോഗൻ ഞെട്ടിപ്പോകുന്നു. കാരണം ലോഗനെയും ഹോക്കയെയും പിടികൂടാനായിട്ട് അവരെ ചേസ് ചെയ്ത് 50ഓളം കാറുകൾ അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു. കാറുകൾ മാത്രമല്ല, അവയോടൊപ്പം ഡൈനോസേഴ്സും ഉണ്ട്. ഈ ഡൈനോസറുകളെല്ലാം എവിടെ നിന്നാണ് അവന്മാർക്ക് ലഭിച്ചതെന്ന് ലോഗൻ ഹോക്കയോട് ചോദിക്കുമ്പോൾ സാവേജ് ലാൻഡിൽ നിന്നുമാണ് അവന്മാർ ഡൈനോസറുകളെ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നും മിഡ് വെസ്റ്റ് മൊത്തം ഡൈനോസറുകളാണെന്നും ഹോക്കൈ ലോഗനോട് മറുപടിയായിട്ട് പറയുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ സ്പൈഡർ മൊബൈൽ സഞ്ചരിക്കുന്ന റോഡ് രണ്ടായിട്ട് പിളരാൻ തുടങ്ങി. ഒരുപക്ഷെ അവിടെ ഭൂമികുലുക്കം ഉണ്ടായതായിരിക്കാം. എന്തായാലും സ്പൈഡർ മൊബൈലിനെ പിന്തുടർന്നു വന്ന എല്ലാ കാറുകളും ആ ഭൂമികുലുക്കത്തിൽ ഉണ്ടായ ഗർത്തത്തിലേക്ക് വീഴുകയാണ്. 2 മണിക്കൂറുകൾക്ക് ശേഷം ഭൂമിക്കടിയിലെ ഗർത്തത്തിൽ കൂരിരുട്ടാണ്. ലോഗൻ ഒരു പച്ച വെളിച്ചം കത്തിച്ച് ഹോക്കയെ അന്വേഷിക്കാൻ തുടങ്ങി. ഗർത്തത്തിൽ വീണിട്ട് എത്ര നേരമായെന്നൊന്നും ലോഗന് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ ഭൂമികുലുക്കം ഉണ്ടാവാനും എല്ലാവരും ഗർത്തത്തിലേക്ക് വീഴാനും കാരണം മൊളോയിഡുകളാണെന്ന് ലോഗൻ മനസ്സിലാക്കുന്നു. ആ പച്ച വെളിച്ചത്തിന്റെ സഹായത്തോടെ ലോഗൻ നോക്കുമ്പോൾ തന്റെ മുൻപിൽ മൊളോയിഡുകൾ. ഗർത്തത്തിൽ വീണ എല്ലാവരെയും മൊളോയിഡുകൾ ജീവനോടെ കൊന്നു തിന്നുകയാണ്. മൊളോയിഡുകൾ തന്റെ സുഹൃത്തായ ഹോക്കയെ കൊന്നു തിന്ന് കാണുമോ എന്ന് വിചാരിച്ചിട്ട് മൊളോയിഡുകളെല്ലാം ആട്ടി ഓടിക്കുകയാണ് ലോഗൻ. പെട്ടെന്ന് തന്നെ ഹോക്കയുടെ ശബ്ദം ലോഗൻ കേൾക്കുകയാണ്. അതെ, തലകീഴായി മറിഞ്ഞ സ്പൈഡർ മൊബൈലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഹോക്കൈ. വെളിച്ചം മൊളോയിഡുകളെ അന്ധരാക്കും. ഇരുട്ടിൽ കഴിയുന്ന മൊളോയിഡുകൾക്ക് വെളിച്ചത്തിൽ ഒന്നും കാണുവാൻ സാധിക്കില്ല. കണ്ണു കാണില്ലെങ്കിലും ഗർത്തത്തിൽ വീണ എല്ലാവരുടെയും നിലവിളി ഹോക്കൈ കേട്ടിരുന്നു. സ്പൈഡർ മൊബൈൽ തലകീഴായി കിടന്നതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം മൊളോയിഡുകൾ ഹോക്കയെ കൊന്നു തിന്നാൻ ആവുന്നത് പരിശ്രമിച്ചിരുന്നു. ഒരു വലിയ കമ്പി എടുത്തിട്ട് സ്പൈഡർ മൊബൈലിനെ നേരെ ഇടാൻ ശ്രമിക്കുമ്പോൾ മൊളോയിഡുകൾ കൂട്ടമായിട്ട് ലോഗന്റെ പക്കലേക്ക് എത്തുന്നത് കണ്ട ലോഗൻ ആ കമ്പി ഉപയോഗിച്ച് തന്നെ മൊളോയിഡുകളെല്ലാം ആട്ടി ഓടിക്കുന്നു. പെട്ടെന്ന് തന്നെ സ്പൈഡർ മൊബൈലിലേക്ക് കയറിയ ലോഗൻ സ്പൈഡർ മൊബൈൽ സ്റ്റാർട്ട് ആക്കിയിട്ട് ഒരു ചിലന്തി എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ ഗർത്തത്തിന്റെ ഭിത്തികളിലൂടെ അതിവേഗം മുകളിലേക്ക് കുതിച്ചു പായുകയാണ് ലോഗനും ഹോക്കയും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഹോക്കയും ലോഗനും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വ്യോമിങ്ങിലെ പാസ്പോർട്ട് ക്രീക്കിലൂടെയാണ്. ഇലക്ട്രോവില്ലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ അസ്ഥികൂടം കാണുന്ന ലോഗൻ ഇതാരാണെന്ന് ഹോക്കയോട് ചോദിക്കുമ്പോൾ അത് തോറിന്റെ ഹാഫ് ബ്രദറായ ലോക്കിയാണെന്നും ലോഗൻ ആ രാത്രി നീ ഒരുപാട് കാര്യങ്ങൾ മിസ്സാക്കിയിരുന്നുവെന്നും ഹോക്കൈ ലോഗനോട് മറുപടിയായിട്ട് പറയുന്നു. സൗത്ത് ഡെക്കോട്ടയിലൂടെ കടന്നു പോകുന്ന ലോഗനെയും ഹോക്കയെയും വെനം എന്ന സിംബിയോട്ട് വാച്ച് ചെയ്യുകയാണ്. ബെൻ ഗ്രിമിനും ജോണി സ്റ്റോമിനും എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ റീഡ് റിച്ചാർഡ്സിനും സ്യൂ സ്റ്റോമിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ചിലർ പറയുന്നത് കാങ് അവരെ തോൽപ്പിച്ചെന്നും അവൻ അവരെ ടൈം സ്ട്രീമിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്നുമാണ്. എക്കാലത്തെ പോലെ വേൾഡിനെ സേവ് ചെയ്യാൻ റീഡ് റിച്ചാർഡ്സും സ്യൂ സ്റ്റോമും എന്നെങ്കിലും തിരിച്ചു വരുമെന്നാണ് ലോഗൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനുള്ള സമയം ഏറെ വൈകി പോയിരിക്കുന്നു എന്നാണ് ഹോക്കൈ പറയുന്നത്. മൗണ്ട് റഷ്മോറിലൂടെ കടന്നു പോകുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റുമാരുടെ ഒപ്പം US-ന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ റെഡ് സ്കള്ളിന്റെ ജയന്റ് സൈസ് കൾച്ചറും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അയോവയിലെ ഡെസ്മോയിൻസിൽ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ലോഗനും ഹോക്കയും വഴിയിൽ കണ്ട ഒരു ബാറിൽ കയറി മദ്യം കഴിക്കുകയാണ്. മദ്യം കഴിക്കുന്ന കൂട്ടത്തിൽ ഹോക്കൈ ലോഗനോട് പറയുവാണ്, ആഷ്ലി ഈ ലോകത്തിലേക്ക് അവൾ വന്നപ്പോൾ ആദ്യമായിട്ട് അവൾ കണ്ടത് എന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബഹുമതിയാണ്. ഒരുപാട് പേരെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞയക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ ജനിച്ച് എന്റെ കയ്യിലേക്ക് വീണത് അതൊരു ഒന്നൊന്നര ഫീലായിരുന്നു. ഞാൻ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത്. ആഷ്ലിയുടെ പക്കൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ആ പഴയ വൂൾവറിനെ നിന്നിൽ ഞാൻ കണ്ടു ലോഗൻ എന്നൊക്കെ.
ഹോക്കൈ പറയുന്നത് പോലെ താൻ ആ പഴയ വൂൾവറിനാകുമോ എന്നാണ് ലോഗന്റെ ഏറ്റവും വലിയ ഭയം. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. ആ പഴയ വൂൾവറിനല്ല ഞാനിപ്പോൾ എന്റെ ഭാര്യയും കുട്ടികളെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ തെരഞ്ഞെടുത്ത ആ ചെറിയ ജീവിതത്തെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. റെന്റ് അടച്ചു തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോടൊപ്പം ഈ ജോലി ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് ഹോക്കൈ. മരിക്കാൻ എനിക്ക് തൽക്കാലം ആവേശമില്ല എന്നൊക്കെ ലോഗൻ ഹോക്കൈയോട് പറയുമ്പോൾ ആ സമയത്ത് ബാറിലുണ്ടായിരുന്ന ഒരുത്തൻ ലോഗനെ ചൊറിയാനായിട്ട് വന്നതേ അവന് ഓർമ്മയുള്ളൂ. ലോഗന്റെ ദേഷ്യം അറിയാമല്ലോ. ലോഗൻ അവനെ നിലത്തേക്കിട്ടിട്ട് വളരെയധികം ദേഷ്യത്തോടെ ഒരൊറ്റ തമാശ കൂടി നീ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞിട്ട് ലോഗൻ തന്റെ അഡമാന്റിയ ക്ലോസ് അവന്റെ കഴുത്തിലൂടെ കുത്തിയിറക്കാൻ തയ്യാറായത് കണ്ടതും ഹോക്കൈ ലോഗൻ എന്ന് അലറി വിളിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ലോഗൻ അവനെ കൊന്നില്ല. എന്തായാലും ഇനി ഒരിക്കലും അവൻ ആരെയും ചൊറിയാനും പോവത്തില്ല. വളരെയധികം ദേഷ്യത്തോടെ ബാറിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ലോഗൻ. എന്താണ് നിനക്ക് പറ്റിയത്? യഥാർത്ഥത്തിൽ നിന്നോട് അവർ എന്താണ് ചെയ്തത് എന്നൊക്കെ ഹോക്കൈ ലോഗനോട് ചോദിക്കുമ്പോൾ ഇരിക്കൂ, ഞാനെല്ലാം നിന്നോട് വിശദമായിട്ട് പറയാമെന്ന് ലോഗൻ ഹോക്കൈയോട് പറയുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ലോഗൻ അഥവാ വൂൾവറിന് 50 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.